അസ്സലാമു അലൈക്കും. സ്റ്റോറീസ് ഓഫ് ബാത്തിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരം ഭീമാപ്പള്ളി ഉറൂസുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. കേട്ടും വായിച്ചും എനിക്കറിയാവുന്ന ഭീമാപ്പള്ളിയുടെ ചെറിയൊരു ചരിത്രം കൂടി ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഡിസംബർ 3-നാണ് ഭീമാപ്പള്ളി ഉറൂസിന് കൊടിയേറിയത്. ഉറൂസിൻ്റെ അന്ന് പ്രാദേശിക അവധിയാണ്. ഭീമാപ്പള്ളി ഉറൂസ് ഇവിടത്തുകാർക്ക് ഒരു ഉത്സവം പോലെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിൽപ്പെട്ട സയ്യിദത്തുന്നിസ ഭീമ ബീവിയും മകൻ മാഹീൻ അബൂബക്കറുമാണ് ഇവിടെ അടങ്ങിയിരിക്കുന്നത്. അറേബ്യയിൽ 3-ാം ഖലീഫയുടെ ഭരണകാലത്ത് സമാധാന അന്തരീക്ഷം നഷ്ടപ്പെട്ടപ്പോൾ മകനുമൊത്ത് ഇന്ത്യയിലേക്ക് പോകാൻ ഭീമ ബീവിക്ക് സ്വപ്നത്തിൽ ദർശനമുണ്ടായെന്നും അതേ തുടർന്ന് തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലത്ത് എത്തിയെന്നുമാണ് ചരിത്രം. അങ്ങനെ ഇവിടെ താമസമാക്കിയ ഉമ്മയും മകനും മതപ്രബോധനവും അതോടൊപ്പം പലതരത്തിലുള്ള ചികിത്സകൾ നടത്തുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ചികിത്സാരീതികൾ ഫലം കാണുകയും പലർക്കും രോഗശമനം ലഭിക്കുകയും ചെയ്തതോടെ ഇവരുടെ ജനപ്രീതി വർദ്ധിച്ചു. കാലങ്ങൾക്കു ശേഷം ഹജ്ജ് നിർവഹിച്ച് തിരികെ കേരളത്തിലെത്തിയ മാഹീൻ വലിയുള്ള വഫാത്താവുകയുണ്ടായി. ഇതിൻ്റെ 41-ാം ദിവസം ഭീമ ബീവി മരണപ്പെട്ടു. ബീവിയുടെ ആഗ്രഹപ്രകാരം മകൻ്റെ ഖബറിനടുത്ത് തന്നെ ഭീമ ബീവിയെ അടക്കം ചെയ്തു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ 2 ഖബറുകളും വെളിവാവുകയും കാട് വെട്ടിത്തെളിച്ച് ഖബറുകൾക്ക് കൂര പണിയണമെന്നും ഒരു കുത്തുവിളക്ക് സ്ഥാപിക്കണമെന്നും സ്വപ്നത്തിൽ നിർദ്ദേശമുണ്ടായി. വിളക്കിൽ കടൽവെള്ളം ഒഴിച്ച് തിരികൊളുത്തണമെന്നായിരുന്നു നിർദ്ദേശത്തിലുണ്ടായിരുന്നത്. ഈ തിരി അണയാതെ കത്തിയതും പറ്റാത്ത മരുന്ന് കിണറും ഭീമാപ്പള്ളിയിലെ അത്ഭുതങ്ങളിൽ ചിലതാണ്. യാതൊരു മതഭേദവുമില്ലാതെ നാനാഭാഗത്തു നിന്നും വിശ്വാസികൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഭീമാപ്പള്ളിയുടെ റെഫറൻസാണ് മാലിക് സിനിമയിൽ പറയുന്ന റമദാ പള്ളി. ഇപ്പോൾ ഞാൻ പോകുന്നത് കല്ലടി ബാവയുടെ ഖബർസ്ഥാനിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രം ഹസ്ബൻഡ് പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. എവിടുന്നോ വന്ന് പള്ളിമുറ്റത്ത് ജീവിച്ച് മരിച്ച ആളായിരുന്നു കല്ലടി ബാവ. പലരെയും അദ്ദേഹം ചെറിയ കല്ലുകൾ കൊണ്ട് എറിഞ്ഞിട്ടുണ്ടെന്നും ആ ഏറ് കൊണ്ടവരൊക്കെ പിന്നീട് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളവരാണെന്നും പറയുന്നുണ്ട്. കേട്ടറിഞ്ഞ പലരും അദ്ദേഹത്തിന് വസ്ത്രങ്ങളും ആഹാരങ്ങളും വാങ്ങി നൽകിയിരുന്നെങ്കിലും അദ്ദേഹം അതൊന്നും സ്വീകരിച്ചിരുന്നില്ല. ഒരു തോർത്തുകൊണ്ട് മാത്രമായിരുന്നു ബാവയുടെ വേഷം. അദ്ദേഹം ആഹാരം കഴിക്കുന്നതൊന്നും കണ്ടിട്ടുള്ള ആരുമില്ലെന്നാണ് പറയുന്നത്. കല്ലും മണ്ണും കഴിക്കുന്നതായും ബീഡി വലിക്കുന്നതായും കണ്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇന്നും ചിലരെങ്കിലും ബീഡി വാങ്ങി മക്ബറയിൽ നൽകാറുണ്ട്. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ പള്ളിമുറ്റത്ത് തന്നെ അടക്കം ചെയ്ത് കൂര പണിയുകയാണ് ഉണ്ടായത്. ഉറൂസ് കൊടിയേറിയതിൻ്റെ 3-ാം നാളെടുത്ത വിഷ്വൽസാണ് ഇതുവരെയും കാണിച്ചത്. ഉറൂസ് ദിവസം എടുത്ത കുറച്ച് വിഷ്വൽസ് കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അന്നത്തെ ദിവസം ഉമ്മയും കുഞ്ഞുമ്മയും ഒക്കെ എത്തിയിരുന്നു. പള്ളിയിലാണ് അന്ന് രാത്രി അവർ തങ്ങിയത്. ഞാൻ ആദ്യമായിട്ടാണ് ഉറൂസിൻ്റെ അന്ന് ഇവിടെ എത്തുന്നത്. ചെറുപ്പത്തിൽ ഭീമാപ്പള്ളിയിൽ വന്നതായിട്ടുള്ള ഓർമ്മയുണ്ട്. ഉറൂസിൻ്റെ അന്ന് ഇവിടെ നല്ല തിരക്കാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം തിരക്ക് അല്പം കുറവാണെന്നാണ് അറിഞ്ഞത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.